എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ചാണ്. ഒഫീഷ്യൽ കണ്ടസ്റ്റന്റ് ലിസ്റ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റ് സോഷ്യൽ മീഡിയയിലും ചില ഫാൻ പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും നല്ല രീതിയിൽ ചർച്ച ചെയ്യാവുന്ന കുറച്ച് പേരുകളാണ്. ഈ ലിസ്റ്റിൽ സിംഗേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, RJs ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് അധികം ലിസ്റ്റിലുള്ള ആരൊക്കെയാണ് ശരിക്കും ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ആദ്യം വരുന്ന ആദിത്യ ജെയിൻ ഇല്ലേ, ആദിത്യ ജെയിൻ സീരിയൽ ആക്ടർ, നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ആദിത്യൻ ജെയിനാണ് ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നത്. പിന്നെ വരുന്നത് അഫ്സലില്ലേ, നമ്മളെ മറ്റേ കൈകൊട്ട് വെണ്ണേ ആ പാട്ടൊക്കെ പാടിയേക്കുന്ന, അയ്യോ സോറി അറിയാതെ പാട്ട് പാടിപ്പോയതാ, ഈശോ ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, അഫ്സൽ പുള്ളിയായിരിക്കും അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. പുള്ളീനെ ഹൗസിൽ വന്നിട്ട് ഫയർ ആകുമോ അതോ ഐസ് ആകുമോ, എങ്ങനെ ആകുമെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ആൾ വരുന്നത് ഐശ്വര്യ റംസായി. ആളും സീരിയൽ ഫ്രെയിമാണ്. നമ്മുടെ മൗനരാഗം സീരിയലില്ല, അതിനകത്തെ കല്യാണി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നതാണ് പുള്ളിക്കാരി. അറിയത്തില്ലാത്തവർ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലും ഐശ്വര്യ റംസായി എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഇനി അടുത്തത് അമൃത നായർ. പുള്ളിക്കാരി യൂട്യൂബറാണ്. പിന്നെ കുടുംബവിളക്ക് സീരിയലിൽ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിനെ എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ എല്ലാവരും പറയുന്നത് നമ്മുടെ അടുത്ത അനു ആയിരിക്കും ഈ അമൃത നായർ എന്നുള്ളതാണ്. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണെന്ന് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അത് പോട്ടെ, അടുത്ത അനു ആവാനുള്ള ഒരാളാണ് ഈ അമൃത നായർ. ഇനി അടുത്ത അനീഷ് രവി. ഈ സീത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സീരിയലില്ലേ, അതിനകത്തൊക്കെ അഭിനയിച്ച് കയറി വന്നിരിക്കുന്ന ആളാണ് ഈ അനീഷ് രവി. ഇനി നമുക്ക് അടുത്ത സോഷ്യൽ മീഡിയ സൈഡിലേക്ക് വരാവേ. അതിലാരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. എപ്പോഴും കേൾക്കുന്ന ഒരു പേര്, ഈ പ്രാവശ്യമെങ്കിലും വരുമായിരിക്കാം, അമല ഷാജി. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം റീൽസ് വഴി നല്ല ഫേമസ്, ഒരു ടിക്ടോക്ക് തൊട്ട് ഫേമസ് ആയി. എല്ലാ പ്രാവശ്യം പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ് ഈ പുള്ളിക്കാരി. അടുത്ത് നമ്മളെ സ്വന്തം ബാലുവച്ചൻ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മുടെ ഉപ്പും മുളകും ഫെയിം ബിജു സോപാനമാണ് വരുന്നത്. പുള്ളിക്കാരനെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും, ഒരു സ്നേഹമുള്ള ചേട്ടനായോ അച്ഛനായോ നിൽക്കുമോ, അതോ ടെററാകുമോ, അതോ എല്ലാം സമാധാനപ്രിയനായിരിക്കുമോ? നിങ്ങൾ എന്താണേലും ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് മറക്കല്ലേ. അടുത്തത് അവന്തിക മോഹൻ. പുള്ളിക്കാരി ഒരു മോഡലാണ്, ആക്ടറാണ്. പുള്ളിക്കാരി കൂടുതൽ പ്രവർത്തിച്ചേക്കുന്ന തമിഴ് സീരിയൽസിലാണ് കേട്ടോ. അടുത്ത ബിനു അടിമാലി, അറിയാലോ, സ്റ്റാർ മാജിക്കിലെ ബിനു അടിമാലി. പുള്ളിക്കാരൻ കോമഡിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ചാൻസ് ഉള്ള ഒരാളാണ് പുള്ളിക്കാരനുണ്ടെങ്കിൽ നോക്കാം. പിന്നെ നമ്മൾ ഈ പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ അറിയ സ്വഭാവം, നോക്കാം നമുക്ക്. ഇനി അടുത്ത് നമ്മുടെ ഗായത്രി സുരേഷ്. ആ ഒരു പാവം കൊച്ചാട്ടോ, എല്ലാവരും അതിനെ ട്രോൾ ചെയ്യും, എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അതിനെ. അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ, ജമുന പ്യാരിയിലൂടെ പുള്ളിക്കാരി എൻട്രി ചെയ്ത മലയാള സിനിമയിലേക്ക് നല്ലൊരു കൊച്ച. പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ നടക്കുമായിരിക്കും ബിഗ് ബോസിലൂടെ, ക്യൂട്ട് കുട്ടിയാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ ഹേറ്റൊക്കെ പുള്ളിക്കാരിക്ക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അടുത്ത നലീഫ്, മൗനരാഗം സീരിയലിനകത്തുണ്ടായിരുന്ന ഒരു പയ്യനാണ്. എനിക്ക് തോന്നുന്നു മെയിൻ ആക്ടർ ഇല്ലേ, മൗനരാഗം സീരിയലിലെ മെയിൻ ആക്ടർ, പുള്ളിയാണ് നലീഫ്. അടുത്ത ലിബിൻ സക്കറിയ. പുള്ളിക്കാരൻ ഇത് റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു. പിന്നെ ഇത് പ്ലേ ബാക്ക് സിംഗറാണിപ്പം. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു RJ ആണ്, RJ അഞ്ജലി. പുള്ളിക്കാരി RJ മാത്രമല്ല ഇൻ്റർവ്യൂവറുമാണ്, പിന്നെ ചില പരിപാടികളൊക്കെ ഹോസ്റ്റും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ RJ ബിൻസിയെ പോലെ ആകുമോ?
അറിയത്തില്ല, നോക്കാം നമുക്ക്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓരോ ആൾക്കാരെ വെച്ചിട്ടല്ലേ ഈ പ്രാവശ്യം നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ഒരിക്കലും അവരെ പോലെ സ്വഭാവമാണെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കുകയല്ല. അടുത്തത് നമ്മുടെ രേഖ. പരസ്പരം സീരിയൽ ആക്ടറില്ലേ, ആ അമ്മായിയമ്മയായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അവർ. അടുത്തത് പ്രണവ് കൊച്ചു. കുറച്ച് നാൾ ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആയിരുന്നില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം വരട്ടെ, വന്ന് നല്ല തകർപ്പൻ ആയിട്ട് ബിഗ് ബോസ് നന്നായിട്ട്. അടുത്ത ആൾ നമ്മുടെ സ്വാസികയില്ലേ, സിനിമാ നടി സ്വാസിക. പുള്ളിക്കാരിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊപ്പി, ഗെയിമിങ്ങും യൂട്യൂബറും ഒക്കെ ആയിട്ടുള്ള തൊപ്പിനെ അറിയാതിരിക്കാനും ചാൻസ് ഇല്ല, എല്ലാവർക്കും അറിയാം. തൊപ്പി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും മിക്കവാറും. പിന്നെ ആളൊട്ടും സൈലൻ്റ് ആയിട്ടുള്ള ആളല്ല. തൊപ്പി വന്നു കഴിഞ്ഞാൽ നല്ല കണ്ടൻറ് ഉണ്ടാവുമായിരിക്കും. അടുത്ത വിവേക് ഗോപൻ, പരസ്പരത്തിലെ സൂരജ്. പിന്നെ തങ്കച്ചൻ, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ. പിന്നെ അടുത്ത കല്യാണി പണിക്കർ, പുള്ളിക്കാരി സീരിയലിലെയാണ്. ഇനി ഇപ്പം ഇത്രയും പേരുടെ പേരാണ് ഇപ്പോൾ പൊതുവെ ഉയർന്ന് കേൾക്കുന്നത്. ശരിക്കും ഈ ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആരൊക്കെയായിരിക്കും മെയിൻ ലിസ്റ്റിലേക്ക് വരാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ ഒരു ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ ആരാന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയ്ക്ക് പാക്കലാം. ബൈ.